സാൻഡ്വിൻസ് ലെക്ചേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് S5 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1 ചില ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സിലബസിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ടുള്ളത് 2 പാർട്ടായിട്ടാണ്, പാർട്ട് എ ആൻഡ് ബി. പാർട്ട് എയിൽ ഈച്ച് മൊഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ മൊഡ്യൂൾ 1 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് എയിൽ വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്സ് വീതമാണ്. പാർട്ട് ബിയിൽ ഒരു 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, എയോ ബിയോ 1 or 2 ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, അതിന് 14 മാർക്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് നോക്കാം. സിലബസിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആണല്ലോ. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്, എവിടേക്കാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിഗ്നലിൻ്റെ പ്രോസസ്സിംഗ് ആണ്. ഈ സിഗ്നലിൻ്റെ പ്രോസസ്സിംഗ് എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് ഡിജിറ്റൽ സിഗ്നലിൻ്റെ പ്രോസസ്സിംഗ് ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, ട്രാൻസ്മിഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരു വൈഡ് റേഞ്ച് ആണ് അല്ലേ. നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തായാലും ഉണ്ടാവും. ഡേ ടു ഡേ ലൈഫിലായാലും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലായാലും ഏതൊരു സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം 1 by 1 ആയിട്ട് എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എന്തിനാണ് സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുന്നത്? എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ. ഫോർ എക്സാമ്പിൾ, എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ എന്താ സംഭവം? നമ്മളിപ്പോൾ ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതൊരു നോയ്സി ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കുറേ ലോസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ലോസസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ വഴിയാണ് നമ്മൾ ആ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഈ എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ എന്ത് വഴിയാണ് ചെയ്യുക? കുറേ സ്പെഷ്യൽ കോഡ്സ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ കോഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹാമിംഗ് കോഡ്, ടർബോ കോഡ്, അങ്ങനെ ഒരുപാട് കോഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ എക്കോ ക്യാൻസലേഷൻ നമുക്കറിയാം അല്ലേ. സൂം, സ്കൈപ്പ്, പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ വോയിസ് കോള്, അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ സൗണ്ട് തന്നെ നമുക്ക് റിഫ്ലക്ഷൻ ആയിട്ട് കേൾക്കും, എക്കോസ് കേൾക്കും. ആ എക്കോസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടെലികമ്മ്യൂണിക്കേഷൻ ഇത് മാത്രമല്ല, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എവിടേക്കാണ് വരുന്നത് എന്നുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് ബയോമെഡിക്കൽ സിസ്റ്റം. എന്താണ് ബയോമെഡിക്കൽ സിസ്റ്റത്തിൽ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നത്? നമുക്ക് പറയാം. എക്കോ കാർഡിയോഗ്രാം, ECG അല്ലേ. ECG സിഗ്നൽ എന്ന് പറയുന്നത് എന്താ? അതൊരു സിഗ്നലാണ്. ഒരു മനുഷ്യൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റിൻ്റെ വേവ് ഫോം ആണ് എന്ത്? ECG സിഗ്നൽ, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പം അതിൽ വരുന്ന വേരിയേഷൻസ്, ഒരു ECG സിഗ്നലിൽ വരുന്ന വേരിയേഷൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂസ് ചെയ്യാം. അപ്പം അത് എന്ത് യൂസ്ഫുൾ ആണല്ലേ, നമ്മുടെ ഹ്യൂമൻ സിഗ്നലായിട്ടുള്ള ECG നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. സോ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ബയോമെഡിക്കൽ ഫീൽഡിൽ ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാനുള്ളത് ബയോമെഡിക്കൽ ഫീൽഡിൽ തന്നെ ഹിയറിംഗ് എയ്ഡ്സ്. നമ്മുടെ ഹിയറിംഗ് എയ്ഡ്സ് ഇല്ലേ, ഹിയറിംഗ് ഇന്നബിലിറ്റി ഉള്ള ആളുകൾക്ക് യൂസ് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ്സ്. ആ ഹിയറിംഗ് എയ്ഡ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹിയറിംഗ് എയ്ഡ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്?
സ്പീച്ചിനെ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്തിട്ട് ഈ ഹിയറിംഗ് ഇന്നബിലിറ്റി ഉള്ള ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഹിയറിംഗ് എയ്ഡ്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഹിയറിംഗ് എയ്ഡ്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അടുത്തൊരു എക്സാമ്പിൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമേജ് പ്രോസസ്സിങ്ങിൽ എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഇമേജ് പ്രോസസ്സിങ്ങിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു ഇമേജിനെ ക്വാളിറ്റി ആയിട്ട് ഇപ്പൊ പിക്സൽസ് ആണ് പറയാ അല്ലെ, ആ പിക്സലിന്റെ ക്വാളിറ്റി, ഏറ്റവും നല്ല ഇമേജ് എങ്ങനെയാണ് പിക്സലിന്റെ റേറ്റിലാണ് അത് പറയുന്നത്. അപ്പോൾ പിക്സലിന്റെ ക്വാളിറ്റി, കോൺട്രാസ്റ്റ്, ഒരു ഇമേജിന്റെ കോൺട്രാസ്റ്റ് അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ത്രൂ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇമേജിന്റെ കംപ്രഷൻ നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് വഴി ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തൊരു എക്സാമ്പിള് മിലിറ്ററി ഇലക്ട്രോണിക്സ് ഓർ കൺസ്യൂമർ ഇലക്ട്രോണിക്സിലാണ്. മിലിറ്ററി ഇലക്ട്രോണിക്സിൽ എന്താണ് സോണാർ സിസ്റ്റം? എന്താണ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സോണാർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അണ്ടർ വാട്ടർ ട്രാവലിംഗിന്റെ സമയത്ത് എന്തെങ്കിലും ഒബ്ജക്ട്സോ അല്ലെങ്കിൽ ലൊക്കേഷൻ മാപ്പ് ചെയ്യണോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അൾട്രാസോണിക് സൗണ്ട്സോ അങ്ങനെ ഏതെങ്കിലും ഒരു സൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റിഫ്ലക്ഷൻസ് വരുന്നത് വഴിയാണ് നമ്മൾ എന്ത് ഡിറ്റക്ട് ചെയ്യുന്നത്? സോണാർ സിസ്റ്റത്തിൽ ഒബ്ജക്ട്സിനോ അല്ലാതെ എന്തെങ്കിലും ലൊക്കേഷനൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ DSP യൂസ് ചെയ്യുന്നുണ്ട്. എക്കോന്റെ നോയ്സ് എക്കോസിൽ വരുന്ന നോയ്സ് അങ്ങനെ എല്ലാത്തിനെയും റെഡ്യൂസ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞു റിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞു, അപ്പോൾ ആ റിഫ്ലക്ഷനിൽ വരുമ്പോൾ അതിൻ്റെ നോയ്സിനൊക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. നമ്മുടെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ എങ്ങനെയാണ് നമ്മുടെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ അലക്സ, ഗൂഗിൾ അസിസ്റ്റൻസ്, സിറി പോലുള്ള ഡിവൈസസിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ വോയിസ് വെച്ചിട്ടാണല്ലോ അത് റെക്കഗ്നൈസ് ചെയ്യുക. അങ്ങനെ വോയിസ് റെക്കഗ്നിഷൻ, സ്പീച്ച് റെക്കഗ്നിഷൻ ഒക്കെ നമ്മുടെ വോയിസ് അസിസ്റ്റൻസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻബിൽഡ് ആയിട്ട് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. അത് ത്രൂ നമുക്ക് വോയിസ് റെക്കഗ്നിഷനോ സ്പീച്ച് റെക്കഗ്നിഷനോ ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത ഒരു ആപ്ലിക്കേഷൻ വരുന്നത് എയറോസ്പേസ് ആൻഡ് ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സിലാണ്. ഫ്ലൈറ്റ് കൺട്രോൾസ്. എയറോസ്പേസ് ആപ്ലിക്കേഷൻസിന് പറയാനുള്ളത് ഫ്ലൈറ്റ് കൺട്രോൾ ആണ്. ഫ്ലൈറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എൻവയോൺമെന്റൽ കണ്ടീഷൻ്റെ ഒക്കെ ബേസിൽ എന്തെങ്കിലും മോഷൻ, എന്തെങ്കിലും ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ മോഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ്റെ ബേസിസിലാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു മോഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് അത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൈറോസ്കോപ്പ് അല്ലെങ്കിൽ ആക്സലറോമീറ്റേഴ്സ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് എന്തിനാണ്? മോഷൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം ഇതിൻ്റെ മോഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് DSP യൂണിറ്റ് വഴിയാണ്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വഴിയാണ്. ഇനി അതല്ലാതെ നമുക്ക് ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സിലും, അതായത് ഇപ്പോൾ ഓട്ടോമാറ്റിക് കാർസ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഡിവൈസസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്? ഓട്ടോമാറ്റിക് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണെങ്കിൽ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ, അതല്ല അങ്ങനത്തെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോൾ കറക്റ്റ് പാത്തിലല്ല കാറ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതല്ല കേട്ടോ, വാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് അപ്ലിക്കേഷൻസ് നമുക്ക് ഇനിയും സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. അപ്പം നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ എക്സാമ്പിൾസ് കണ്ടു അല്ലേ? അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് കണ്ടു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുന്നത്? നമ്മൾ ഒരു സിഗ്നൽ എടുക്കും, ആ സിഗ്നലിനെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം ഞാനിപ്പോൾ കുറേ നേരമായിട്ട്
പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സിഗ്നലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, ഒരു സിഗ്നൽ വേണം, അങ്ങനെ പറഞ്ഞു, സിഗ്നൽ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് എന്താണ് ഒരു സിഗ്നൽ എന്നുള്ളതാണ്. എന്താണ് ഒരു സിഗ്നൽ? ഒരു സിഗ്നൽ എന്താന്ന് പറയുമ്പോൾ എനിത്തിങ് ദാറ്റ് ക്യാരീസ് ആൻ ഇൻഫർമേഷൻ ഇസ് കാൾഡ് എ സിഗ്നൽ. എന്തോ ആയിക്കോട്ടെ, ഒരു ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവത്തിനെ പറയുന്ന പേരാണ് ഒരു സിഗ്നൽ. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ വോക്കൽ, നമ്മൾ സംസാരിക്കുന്നത്, ഞാനിപ്പോൾ സംസാരിക്കുന്നില്ലേ, ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊരു സിഗ്നലാണ്. പിന്നെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു സിഗ്നലാണ്. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ബയോമെഡിക്കൽ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇ സി ജി ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിഗ്നലാണ്. അങ്ങനെ നിരവധി എക്സാമ്പിൾസ് നമുക്ക് സിഗ്നൽസിന് വേണ്ടി പറയാൻ പറ്റും. അപ്പം നമുക്ക് വേറൊരു ഇത് നോക്കാം. എന്താണ്? എനിത്തിങ് ദാറ്റ് ക്യാരീസ് സം ഇൻഫർമേഷൻ ഇസ് കാൾഡ് എ സിഗ്നൽ. എനിത്തിങ് ദാറ്റ് ക്യാരീസ് ആൻ ഇൻഫർമേഷൻ ഇസ് കാൾഡ് എ സിഗ്നൽ. ഇനി അടുത്തൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. A signal is defined as a physical quantities that varies with time, space or any other independent variable. അതായത് a signal is also defined as a physical quantity that varies with time, space or any other independent variable. ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് വാരിയബിളിന്റെ ബേസിസിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വാരി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മളൊരു സിഗ്നൽ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമുക്കറിയാം സിഗ്നൽസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അനലോഗ് സിഗ്നൽ ഉണ്ട്, ഡിജിറ്റൽ സിഗ്നൽ ഉണ്ട്. അനലോഗ് സിഗ്നൽ എന്താണ്, ഡിജിറ്റൽ സിഗ്നൽ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന എൻ്റെ ഈ വോക്കൽ, ഇത് കണ്ടിന്യൂസ് സിഗ്നലാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഇതെടുക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് സിഗ്നലാണ്. അത് കണ്ടിന്യൂസ് സിഗ്നൽ എങ്ങനെയാ പറയാം? ഇപ്പതാ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ആയിരിക്കും ഒരു അനലോഗ് സിഗ്നൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പം ഞാനിത് ഒന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിഗ്നൽ, ഇപ്പം എക്സ് ആക്സിൽ നമ്മൾ ടൈം കൊടുത്തു, വൈ ആക്സിസിൽ നമ്മൾ ടെമ്പറേച്ചറിന് കൊടുത്തു. ടെമ്പറേച്ചറിൻ്റെ വാരിയേഷൻസ് ആണ് നമ്മളിവിടെ മെഷർ ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് നമ്മളൊരു സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പോവാണ്. കൺസിഡർ ഒരു ടെമ്പറേച്ചർ എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ റൂമിലെ ടെമ്പറേച്ചർ ഞാൻ ഇന്ന് കൗണ്ട് ചെയ്തു, നാളെ കൗണ്ട് ചെയ്തു, ഡേ ആഫ്റ്റർ ടുമാറോ കൗണ്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഡേ ബൈ ഡേ ആയിട്ട് നമ്മൾ ടെമ്പറേച്ചറിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു പാരാമീറ്റർ ഉണ്ട്, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ വാരി ചെയ്യുന്നത് എന്തിനനുസരിച്ചിട്ടാണ്? ഡേക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഡേയും ടെമ്പറേച്ചർ എങ്ങനെയാണ് വാരി ചെയ്യുന്നത്? ഡേ 1 ടെമ്പറേച്ചർ എനിക്ക് കിട്ടിയത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡേ 2 എനിക്ക് 27 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. ഡേ 3 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഡേ 4 ആയപ്പോഴേക്കും വീണ്ടും കുറഞ്ഞിട്ട് 24 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ ഡേ ബൈ ഡേ ആയിട്ട് വാരി ചെയ്യും. ഇവിടെ നമുക്കിതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ടെമ്പറേച്ചർ ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്? ഡേ. വൈ ആക്സിസിൽ ടെമ്പറേച്ചർ. അപ്പോൾ എക്സ് ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്യാണ് 1 2 3 4. ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4. ഇവിടെ മാർക്ക് ചെയ്യാണ് 10 20 30. അപ്പോൾ ഇതിൽ നോക്കൂ, ഡേ 1 നമുക്ക് വരുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ വരും, 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡേ 2 വന്നിട്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡേ 3 വന്നിട്ട് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡേ 4 വന്നിട്ട് കുറഞ്ഞിട്ട് 24 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്.
ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കാൻ കാരണം എന്താണ് ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി, എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡേ ആണ്. ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. ഡേ 1, ഡേ 2, ഡേ 3 അതെന്തെങ്കിലും ഡിപ്പെൻഡൻ്റ് ആണോ? അല്ല. അങ്ങനത്തെ ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ എന്നുള്ള ക്വാണ്ടിറ്റി എന്താണ്? ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ ഇവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡേയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ദിവസം, നാളെ, അങ്ങനെ ഡേ ബൈ ഡേ ആയിട്ടാണ് നമ്മൾ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നത്. സോ ടെമ്പറേച്ചർ ഒരു ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റിയും ഡേ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റിയും ആണ്. അപ്പോൾ അത്രയും നമ്മൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഇപ്പം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ടാണ് വരച്ചത് അല്ലേ ഈ സിഗ്നലിനെ. ഇനി ഞാൻ ഇതിനെ ഡിസ്ക്രീറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാണ്. എക്സ് ആക്സിസിൽ ഡേ, വൈ ആക്സിസിൽ ടെമ്പറേച്ചർ. എക്സ് ആക്സിൽ ഡേയും വൈ ആക്സിൽ ടെമ്പറേച്ചറും. ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളൊരു ഇൻ്റർവെൽ എടുക്കുകയാണ്. ആ ഇൻ്റർവെല്ലിൽ വരുന്ന ടൈമിലുള്ള സിഗ്നലിനെ മാത്രം പ്ലോട്ട് ചെയ്യാണ്. ഇപ്പോൾ ഇതിപ്പോൾ കണ്ടിന്യൂസ് സിഗ്നലാണ് അല്ലേ. അപ്പം ഞാൻ ഡേ 1ലുള്ള ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. 1, 2, 3, 4, 10, 20, 30. ഇതിൽ ഡേ 1ൽ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്, പിന്നെ 27 ആയി, പിന്നെ 30 ആയി, വീണ്ടും 24 ആയി ഡേ 4ൽ. അപ്പം ഞാൻ ഈ ഓരോ ദിവസം ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് സിഗ്നലിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു സിഗ്നലിനെ എടുക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് സിഗ്നലാണ്. ഇതുപോലെ ഡിസ്ക്രീറ്റ് ആയിട്ട് ഇൻ്റർവെൽസിൽ, ഇപ്പോൾ 1 ഇൻ്റർവെൽ വിട്ടിട്ടാണ് ഒരു ഡേ കഴിഞ്ഞ് അടുത്ത ഡേ, അങ്ങനെ ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്? ഡേ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഓരോ ഡേയിലും, ഇപ്പം ഇന്നത്തെ ഈ ഡേയിലെ ഇത് ഇത്രയാണ്. അപ്പം ഞാൻ ഓരോ ഡേയിലുള്ള എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇൻ്റർവെല്ലാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഈ ഓരോ സെക്കൻഡിൽ ഇൻ്റർവെല്ലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അനലോഗ് സിഗ്നൽ വന്നു. ഓരോ ടൈമിലുള്ളതും പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിസ്ക്രീറ്റ് സിഗ്നലും കിട്ടി. അപ്പോൾ അനലോഗ് സിഗ്നലും ഡിസ്ക്രീറ്റ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് പഠിക്കുന്നതിന് മുന്നേ പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇനി അടുത്ത ടോപ്പിക്ക് വന്നിട്ട് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. എന്താണ് സിഗ്നൽ പ്രോസസ്സിംഗ്? ഇപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ഒരു ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ഏതൊരു ക്വാണ്ടിറ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? സിഗ്നൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സിഗ്നലിനെ അനലൈസ് ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, അതിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കുക. അത്തരത്തിലുള്ള പ്രോസസ്സിങ്ങിനെ പറയുന്ന പേരാണ് സിഗ്നൽ പ്രോസസ്സിംഗ്. Signal processing is a method of extracting information from the signal, which in turn depends on the type of the signal and the nature of information it carries. It is the process of extracting information from a signal. Signal processing എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the process of extracting signal from the information. Extracting information from the signal. അതാണ് സിഗ്നൽ പ്രോസസ്സിംഗ്. ഇനി എന്താണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്? നമുക്ക് വേണ്ടത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആണല്ലോ. എന്താണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു പറഞ്ഞു, സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്നു പറഞ്ഞു. ആ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റ് എന്തായിരിക്കണം? ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു DSP ചിപ്പ്, കമ്പ്യൂട്ടേഴ്സ്, മൈക്രോ പ്രോസസ്സേഴ്സ്, അത് അപ്ലിക്കേഷൻസിനനുസരിച്ച് മാറും. അത്തരത്തിലുള്ള ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. എന്താണ് ഒരു സിഗ്നൽ എന്ന് നമ്മൾ പറഞ്ഞു. ഒരു സിഗ്നൽ എന്താണ്? എനിത്തിങ് ദാറ്റ് ക്യാരീസ് ആൻ ഇൻഫർമേഷൻ ഇസ് കാൾഡ് എ സിഗ്നൽ. പിന്നെന്താ പറഞ്ഞത്?
ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്താണെന്ന് പറഞ്ഞു. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ദി സിഗ്നൽ. ഒരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാന്ന് പറയുന്നത് അതിലുള്ള ഇൻഫർമേഷൻസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. അഥവാ ഡിജിറ്റൽ സിഗ്നൽസ് ആയിരിക്കും നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അനലോഗ് സിഗ്നൽ ഉണ്ട്, ഡിജിറ്റൽ സിഗ്നൽ ഉണ്ട്. അപ്പം നമ്മളുടെ ഇവിടെ ഡിജിറ്റൽ സിഗ്നൽസ് അഥവാ ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ് പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സിഗ്നൽസ് പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? അതിൻ്റെ പ്രോസസ്സിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കുറച്ചും കൂടി ഡിസ്ക്രീറ്റ് സിഗ്നൽ, അനലോഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എപ്പോഴും DSPയിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് വരുന്നത് ബേസിക് എലമെന്റ്സ് ഓഫ് DSP സിസ്റ്റം. എന്തൊക്കെയാണ് DSP എലമെന്റ്സിന്റെ ബേസിക് എലമെന്റ്സ് ഓഫ് DSP സിസ്റ്റം? DSP സിസ്റ്റത്തിന്റെ ബേസിക് എലമെന്റ്സ് നോക്കാം നമുക്ക്. അപ്പൊ അതില് ആദ്യം പറയുന്നത് അനലോഗ് ഇൻപുട്ട് സിഗ്നൽ ആണ്. അനലോഗ് ഇൻപുട്ട് സിഗ്നൽ എന്താ? ഒരു DSP സിസ്റ്റം. അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ? ഒരു സിസ്റ്റം ഉണ്ട്, അതിലേക്ക് സിഗ്നലിനെ കൊടുത്തു, ഔട്ട് എടുത്തു. ഒരു സിസ്റ്റം. അതിലേക്ക് ഒരു സിഗ്നലിനെ കൊടുത്തു, ഔട്ട്പുട്ട് എടുത്തു. ഇതെന്താണ്? ഒരു സിസ്റ്റമാണ്. ഇവിടെ ഒരു DSP സിസ്റ്റം ആണ് കേട്ടുള്ളത്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റം ആണ് നമ്മൾ DSPയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ കൊടുക്കുകയാണ്, എന്നിട്ട് നമ്മൾക്ക് ഒരു ഔട്ട്പുട്ട് സിഗ്നലിനെ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പം അതിൽ ആദ്യം നമ്മൾ എന്താ വേണ്ടത്? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് ആദ്യം വേണ്ടത്? ഒരു ഇൻപുട്ട് സിഗ്നൽ വേണം അല്ലേ? ഒരു അനലോഗ് ഇൻപുട്ട് സിഗ്നൽ വേണം. ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്ന എല്ലാ സിഗ്നൽസും അനലോഗ് ഇൻ നേച്ചർ ആയിരിക്കും. കാരണം എന്താ? റിയൽ വേൾഡിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ECG ആയിക്കോട്ടെ, വോക്കൽ ആയിക്കോട്ടെ, നമ്മുടെ ഹ്യൂമൻ വോക്കൽ ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അങ്ങനെ ഏത് സിഗ്നൽ ആണെങ്കിലും അതെന്താണ്? അനലോഗസ് ആണ്, അനലോഗസ് ഇൻ നേച്ചർ ആണ് അല്ലേ? അപ്പൊ ആ സിഗ്നലിനെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ഫസ്റ്റത്തെ യൂണിറ്റ് വന്നിട്ട് അനലോഗ് ഇൻപുട്ട് സിഗ്നൽ ആണ്. അനലോഗ് ഇൻപുട്ട് സിഗ്നൽ ആണ് ഫസ്റ്റത്തെ യൂണിറ്റ് വന്നിട്ട്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ദ റിയൽ വേൾഡ് സിഗ്നൽ, എക്സാമ്പിൾ സൗണ്ട്, ടെമ്പറേച്ചർ, ECG ഇസ് യൂഷ്വലി അനലോഗ് ഇൻ നേച്ചർ. സോ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുക എന്താണ്? സൗണ്ട്, ടെമ്പറേച്ചർ, ECG അങ്ങനെയുള്ള അനലോഗ് സിഗ്നൽസിനെയാണ്. ഇനി അടുത്തത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ADC. എന്താണ് ADC? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ് ADC എന്നുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ഒരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാന്ന് പറയുമ്പോൾ ആ സിഗ്നൽ എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിരിക്കും. അതാണ് പ്രോസസ്സ് ചെയ്യാൻ സുഖം. ഡിസ്ക്രീറ്റ് സിഗ്നൽസിനെയാണ് പ്രോസസ്സ് ചെയ്യാൻ സുഖം. റിയൽ വേൾഡിലുള്ള സിഗ്നൽസ് ഏതാണ്? അനലോഗ് സിഗ്നൽ ആണ്. അപ്പൊ നമ്മൾ ഒരു അനലോഗ് സിഗ്നലിനെ ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ ആക്കിയിട്ടാണ് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണം? ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ നിർബന്ധമായിട്ട് വേണം. സോ സെക്കൻഡ് യൂണിറ്റ് വന്നിട്ട്, ആദ്യത്തെ യൂണിറ്റ് വന്നിട്ട് എന്താണ്? അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ്. ഇറ്റ് കൺവേർട്സ് അനലോഗ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ ഫോം. എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ പ്രോസസ്സിങ് എളുപ്പാക്കാൻ വേണ്ടിയിട്ട്.
ഈ ഒരു എ ഡി സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പ്രോസസ്സാണ് നടക്കുന്നത്? സാമ്പിളിങ്, അതായത് അനലോഗ് സിഗ്നൽ ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. സാമ്പിളിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു അനലോഗ് സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ആക്കുക, സാമ്പിൾസ് ആക്കുന്ന പ്രോസസ്സാണ് എന്ത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ക്വാണ്ടൈസേഷനും അതുപോലെ തന്നെ ഒരു സിമിലർ പ്രോസസ്സാണ്. നമ്മളിതൊക്കെ ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്താണ് സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു സാമ്പിളിങ്ങും ക്വാണ്ടൈസേഷനും ഒക്കെയാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. മെയിൻ യൂണിറ്റ് ആണല്ലോ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു DSP സിസ്റ്റത്തിന്റെ ഹാർട്ട്. ഒരു ഹാർട്ട് ഓഫ് DSP സിസ്റ്റം എന്ന് പറയുന്നതാണ് എന്ത്? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇവിടെയാണ് നമ്മുടെ ഓപ്പറേഷൻസ് ആയിട്ടുള്ള FFT, ഫിൽറ്ററിങ്, അങ്ങനെയുള്ള പല മെത്തേഡ്സ് നടക്കുന്നത് എവിടെയാണ്? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അതെന്തോ ആവാം, നമ്മുടെ അപ്ലിക്കേഷൻസിനനുസരിച്ച് മാറ്റം വരും. ചിലപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ആവാം, DSP ചിപ്പ് ആവാം, മൈക്രോ കൺട്രോളേഴ്സ് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം ഒരു DSP സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഒരു എന്ത്? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസർ ഓർ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഒരു DSP സിസ്റ്റത്തിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ആണ്, DAC. DAC എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? ADCയിൽ നിന്ന് കൺവേർട്ട് ആയി കിട്ടിയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നൽ ആണ്. അതാണ് നമ്മൾ എവിടേക്ക് കൊടുക്കുക? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊടുക്കുക. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മൾ സിഗ്നലൊക്കെ പ്രോസസ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടും എന്തായിരിക്കും? ഒരു ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കും. പക്ഷെ റിയൽ വേൾഡിലേക്ക് അതിന്റെ ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് ഡിജിറ്റൽ സിഗ്നൽസിനെ എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്ത് ഔട്ടായിട്ട് വേണം? അത് ഒരു അനലോഗസ് ഔട്ട്പുട്ട് ആയിട്ട് തന്നെ വേണം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് അഥവാ DAC. ഇതെന്താ ചെയ്യുന്നത്? converts the processed digital signal back into analog form for real world use. Audio output. ഇപ്പോൾ ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് നമ്മുടെ ഒരു സൗണ്ട് അത് പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊടുത്തു. അതിനെ പ്രോസസ്സ് ചെയ്ത് നോയ്സ് ഒക്കെ കളഞ്ഞ് ഫിൽറ്റർ ചെയ്ത് നല്ല ഔട്ട്പുട്ടായിട്ട്, അതൊരു അനലോഗ് ഔട്ട്പുട്ടായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് ഔട്ട് കിട്ടുന്നത്. റിയൽ വേൾഡ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അനലോഗ് സിഗ്നലിനെയാണ് നമുക്ക് ആവശ്യം. സോ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ് നമ്മൾ അവിടെ അനലോഗസ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതിൽ നോക്കൂ എന്തൊക്കെയുള്ളത്. ഒരു അനലോഗ് ഇൻപുട്ട് സിഗ്നൽ ഉണ്ട് അല്ലേ? അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് കൊടുത്തു. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് കൊടുത്തു. ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടി നമുക്ക്. ആ ഡിജിറ്റൽ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടി. ആ ഡിജിറ്റൽ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എവിടെ കൊടുത്തിട്ടുള്ളത്? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. ആ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിജിറ്റൽ തന്നെ ആയിരിക്കും. ആ ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത്? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലേക്ക് കൊടുക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ഒരു അനലോഗസ് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അനലോഗ് ഇൻപുട്ട് സിഗ്നൽ, ADC, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, DAC, അനലോഗ് ഔട്ട്പുട്ട് സിഗ്നൽ. ഇത്രയും ആണ് നമ്മുടെ ബേസിക് DSP എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നോക്കൂ, ഇത് നമുക്ക് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റം വിത്ത് എ ബ്ലോക്ക് ഡയഗ്രാം. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റം നമ്മളൊരു ബ്ലോക്ക് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇതിൽ എന്തൊക്കെയുള്ളത്? അനലോഗ് ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്. അനലോഗ് ഇൻപുട്ട് സിഗ്നലിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ട്. പിന്നെന്താണ്? ഡിജിറ്റൽ ഇൻപുട്ട് സിഗ്നൽ. ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിന്റെ ഔട്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കും. ഡിജിറ്റൽ സിഗ്നലിനെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സറിലോട്ട് കൊടുക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് ഡിജിറ്റൽ ഔട്ട്പുട്ട് ആയിരിക്കും. വീണ്ടും അത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ ഇട്ടിട്ട് DACൽ ഇട്ടിട്ട് നമുക്ക് അനലോഗസ് ആയിട്ട് റിയൽ വേൾഡ് യൂസിന് വേണ്ടിയിട്ട് നമുക്ക് തരുകയാണ് ഈ സിസ്റ്റം ചെയ്യുന്നത്.
അപ്പോൾ ക്ലിയർ ആയോ? അപ്പം ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് ഫൈനൈറ്റ് ലെങ്ത് ഡിസ്ക്രീറ്റ് ട്രാൻസ്ഫോംസ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള സിഗ്നൽസിനെയാണ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യാന്ന്. ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താലും അനലോഗ് സിഗ്നലിനെ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താലും അത് ടൈം ഡൊമെയിനിൽ തന്നെയാണ് ഉണ്ടാവുക അല്ലേ. പക്ഷേ നമുക്ക് ഒന്നും കൂടി എളുപ്പം സിഗ്നൽ പ്രോസസ്സിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈം ഡൊമെയിനിലുള്ള സിഗ്നലിനെ അല്ല, ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള സിഗ്നലിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടൈം ഡൊമെയിനിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഫോറിയർ ട്രാൻസ്ഫോം എന്താണെന്നുള്ളത്. ഒരു ടൈം ഡൊമെയിനിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്? ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഫൈനൈറ്റ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ട്രാൻസ്ഫോം ചെയ്യുന്ന സിഗ്നൽസ് ഒരു ഫൈനൈറ്റ് ലെങ്ത്തിലേ ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് സാമ്പിൾസ് ഫൈനൈറ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫോംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈനൈറ്റ് ലെങ്ത് ഡിസ്ക്രീറ്റ് ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഫൈനൈറ്റ് ലെങ്ത് ഡിസ്ക്രീറ്റ് ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫൈനൈറ്റ് ലെങ്ത് ഡിസ്ക്രീറ്റ് ട്രാൻസ്ഫോംസ് ആർ മാത്തമാറ്റിക്കൽ ടൂൾ യൂസ്ഡ് ഇൻ സിഗ്നൽ പ്രോസസ്സിംഗ് ടു അനലൈസ് സിഗ്നൽ ദാറ്റ് ആർ ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് ലിമിറ്റഡ് ടു എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സാമ്പിൾസ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് സാമ്പിൾസിനെ മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് സാമ്പിൾസിനെ കൺസിഡർ ചെയ്യുന്ന ട്രാൻസ്ഫോംസ് ഏതൊക്കെയാണ്? കോമൺ ഫൈനൈറ്റ് ലെങ്ത് ട്രാൻസ്ഫോംസ് ആണ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം DFT, ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം DCT, ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം FFT. അപ്പം ഇതൊക്കെ എന്താണ്? ഒരു FFT, DFT ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ടൈം ഡൊമെയിനിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് എന്താ? ഫൈനൈറ്റ് ലെങ്ത് ട്രാൻസ്ഫോംസ് ആണ്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോംസ് ഇത് മാത്രമല്ല, ഇൻഫൈനൈറ്റ് ലെങ്ത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഫൊറിയർ ട്രാൻസ്ഫോംസും ഉണ്ട്. പക്ഷെ ഇവിടെ ഉള്ള കൊടുത്തിരിക്കുന്നത് ഫൈനൈറ്റ് ലെങ്ത് ട്രാൻസ്ഫോംസ് ആണ്. DFT, FFT ഒക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ 1 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ നോക്കിയാൽ കാണാം DFT, FFT ഒക്കെ ഉള്ളത് ഫൈനൈറ്റ് ലെങ്ത് സീക്വൻസിനെ മാത്രമേ ട്രാൻസ്ഫോം ചെയ്യുള്ളൂ. സോ DFT, FFT ഒക്കെ എന്താണ്? ഒരു ഫൈനൈറ്റ് ലെങ്ത് ട്രാൻസ്ഫോംസ് ആണ്. ഇനി അടുത്തത് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഒരു ഓർത്തോഗണൽ ട്രാൻസ്ഫോം ആണ് കേട്ടോ. ഓർത്തോഗണൽ ട്രാൻസ്ഫോം എന്താണ്? ഓർത്തോഗണൽ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an orthogonal transform that converts signal into a new domain, typically frequency, അതായത് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യും യൂസിങ് ബേസിസ് ഫംഗ്ഷൻ ദാറ്റ് ആർ മ്യൂച്വലി ഓർത്തോഗണൽ. അതായത് ഞാൻ പറഞ്ഞു ഒരു സിഗ്നലിനെ ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോംസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ് ചെയ്യുന്നത്? ഒരു ഡൊമൈനിലുള്ള സിഗ്നലിനെ വേറൊരു ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്ത സിഗ്നൽസ് മ്യൂച്വലി ഓർത്തോഗണൽ ആണെങ്കിൽ മ്യൂച്വലി ഓർത്തോഗണൽ ആണ്. അപ്പോൾ എന്താണ്? ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഒരു ഓർത്തോഗണൽ ട്രാൻസ്ഫോം ആണെന്ന് പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. DFT is the one of the most commonly used orthogonal transforms in digital signal processing. It transforms finite length discrete signal from time domain into frequency domain. അതായത് ഒരു ഓർത്തോഗണൽ ട്രാൻസ്ഫോം ആണ് ദ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അത് ടൈം ഡൊമൈനിലുള്ള ഒരു സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് എ ഫണ്ടമെന്റൽ മാത്തമാറ്റിക്കൽ ടൂൾ ട്രാൻസ്ഫോം എ സിഗ്നൽ ഫ്രം ടൈം ഡൊമൈൻ ഇൻ ടു ഫ്രീക്വൻസി ഡൊമൈൻ
ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അനലൈസിങ് മോഡിഫൈയിങ് എ സിഗ്നൽ ടു ഒപ്റ്റിമൈസ് ഇറ്റ്സ് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ എന്തിനാണ് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അതിൻ്റെ എഫിഷ്യൻസിയും പെർഫോമൻസും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ഡൊമൈനിലുള്ള സിഗ്നലിൻ്റെ ഫ്രീക്വൻസി, അതൊന്നും കൂടി എളുപ്പമാണ് അതിനെ അനലൈസ് ചെയ്യാനും പ്രോസസ് ചെയ്യാനൊക്കെ. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ, ടൈം ഡൊമൈനിലുള്ള സിഗ്നൽസിനെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സിഗ്നൽസിനെ പ്രോസസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കമ്പയർഡ് ടു ടൈം ഡൊമൈൻ സിഗ്നൽസിന്. Whenever we analyze a signal, it is always simpler when we use a frequency domain characterization of the signal. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി എന്താണ് ഞാൻ പറഞ്ഞു ഫോറിയർ ട്രാൻസ്ഫോംസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തിനാണ് ഫോറിയർ ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യുന്നത്? ഒരു ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ഒരു ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. അതിലൊരു എക്സാമ്പിളും പറഞ്ഞു. അത് ഒരു ഫൈനൈറ്റ് ലെങ്ത്തിലുള്ള സാമ്പിൾസിനെയാണ് നമ്മൾ മെയിനായിട്ട് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് പറഞ്ഞത് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളത്. ഈ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം പറയുന്നതിന് മുന്നേ നമുക്ക് പറയാനുള്ളതാണ് എന്ത് DTFT, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളത്. ഈ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളത്. പക്ഷെ ഇവിടെ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെ സാമ്പിൾസിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ഇൻഫൈനൈറ്റ് നമ്പർ ലെങ്ത് ഉണ്ടായിരിക്കും, ഫൈനൈറ്റ് നമ്പർ ആയിട്ട് ഒതുങ്ങില്ല. അതിന് നമുക്ക് ഇക്വേഷൻ നോക്കിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇക്വേഷൻ ആണ് എക്സ് ഓഫ് ഒമേഗ, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്, ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സാമ്പിൾസിൻ്റെ ഇതാണ് കേട്ടോ, എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സാമ്പിൾസിനെയാണ് പ്രോസസ് ചെയ്യുന്നത്. എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ് ഓഫ് എൻ എന്നുള്ളത്. ഇവിടെ എക്സ് ഓഫ് എൻ എന്താ? അപ്പോൾ ഈ ഇക്വേഷനിലുള്ള ഈ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെയാണ്. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ്, ടൈം ഡൊമൈനിലുള്ള സിഗ്നലാണ്. അത് ഇൻഫൈനൈറ്റ് ഇൻ ലെങ്ത് ആയിരിക്കും, അതിൻ്റെ ലെങ്ത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്, റേഡിയൻസ് പെർ സാമ്പിൾസിലുള്ള. എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ. ഒരു എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷനിലാണ്. എക്സ് ഓഫ് ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്തുള്ള ടൈം ഡൊമൈനിലുള്ള എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഗ്നൽ ഉണ്ട്. അതിനെ നമ്മൾ ചെയ്യേണ്ടത് ഈക്വേഷൻ ഇട്ടിട്ട് ചെയ്യാം. എക്സ് ഓഫ് എൻ ഉണ്ട് അല്ലേ, സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. അപ്പം നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സിഗ്നൽ കിട്ടും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സിഗ്നലിനെ കിട്ടി, അതിനെ തിരിച്ച് ടൈം ഡൊമൈനിലുള്ള സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1/2 പൈ ഇൻ്റഗ്രൽ 0 to 2 പൈ എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ. ഇവിടെ എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടിയ ടൈം ഡൊമൈൻ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സിഗ്നലാണ്. അതിനെയാണ് നമ്മൾ റിയൽ ടൈമിലേക്ക്, അതായത് ടൈം ഡൊമൈനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. സോ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1/2 പൈ ഇൻ്റഗ്രൽ 0 to 2 പൈ എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ. അപ്പോൾ എക്സ് ഓഫ് എൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്. എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ദാറ്റ് സിഗ്നൽ ആണ്. ഞാനിപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്തിനാണെന്ന് പറഞ്ഞതെന്നറിയോ? ഇതിൽ നിന്നാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം നമ്മുടെ മെയിനായിട്ട്, ഇനിയാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് മെയിനായിട്ട് വരുന്നത് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഇവിടെ നിന്ന് നമുക്ക് മസ്റ്റായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. DFT കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആണ് നമ്മൾ ചോദിക്കുന്നത്.
അതിനെ നമ്മൾ DFT എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് DFT? DFTന്റെ ഫുൾ എന്താണ്? ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. അപ്പൊ എന്തായാലും എക്സാമിന് ഒരു ഷുവർ ആണ് ഒരു പ്രോബ്ലം വരും ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം DTFT ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും DFT ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോമും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫൈനൈറ്റ് ലെങ്ത്തിലായിരിക്കും, അതായത് അതിന്റെ സാമ്പിൾസ് ഇൻഫൈനൈറ്റ് ആയിരിക്കും. പക്ഷേ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സാമ്പിൾസിനെയാണ് പ്രോസസ് ചെയ്യുന്നത്. അതാണ് മെയിൻ ഡിഫറൻസ്. അപ്പൊ ഇവിടെ നമ്മൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് സാമ്പിൾസ് ഉള്ള സീക്വൻസിനെയാണ് പ്രോസസ് ചെയ്യുന്നത്. സോ എന്താണ് DFT എന്ന് പറയുന്നത്? എന്താണ്? ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അതെന്താന്ന് നോക്കാം. The discrete Fourier transform is a mathematical tool that transforms a finite length discrete time signal from time domain to frequency domain. Fourier transformന്റെ സെയിം സംഭവം തന്നെയാണ്, പക്ഷെ ഇവിടെ DFT യൂസ് ചെയ്യുന്നത് ഫൈനൈറ്റ് ലെങ്ത് സീക്വൻസിന് മാത്രമായിരിക്കും. അപ്പം എന്താണ് discrete Fourier transform is a mathematical tool that transforms a finite length discrete time signal from the time domain to the frequency domain. ഒരു ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്തിനാണ്? എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഒരു പ്രോസസ്സിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫോറിയർ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എന്ത് പറയാം, ഇക്വേഷൻ വെച്ച് ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. DFTയുടെ ഡെഫിനിഷൻ വെച്ചിട്ട് സമ്മേഷൻ ഫോം ഉണ്ട്. അതായത് ഇത് സമ്മേഷൻ ഫോമിലുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമ്മേഷൻ ഫോം മാത്രമല്ല, നമുക്കൊരു മെട്രിക്സ് ഫോമിലുള്ള ഒരു ഇക്വേഷനും കൂടെ പഠിക്കാനുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. x of k എന്നുള്ളത് എന്താണ്? ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സിഗ്നലാണ്. അപ്പോൾ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഒരു സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് x of n എന്നുള്ള നമ്മുടെ സിഗ്നൽ. x of n എന്നുള്ള സിഗ്നൽ എന്താണ്? ടൈം ഡൊമൈനിലുള്ള സിഗ്നലാണ്. അതിനെ ഇക്വേഷൻ വെച്ചിട്ട് എഴുതാണ് x of k equal to sigma n is equal to 0 to n minus 1. n is equal to 0 to n minus 1 x of n into e raised to minus j 2 pi kn by n for k is equal to 0, 1 etc. up to n minus 1. ഇതിൽ x of n എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് സിഗ്നൽ ഇൻ ടൈം ഡൊമൈൻ. x of k എന്ന് എന്താണ്? ഫ്രീക്വൻസി ഡൊമൈൻ ഓഫ് ദി സിഗ്നൽ. n എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ്. k എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സ് ഓഫ് ഫ്രീക്വൻസി, അതായത് എത്ര ഇൻ്റർവെല്ലിലാണ് എന്നുള്ളതാണ് k എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് DFT എന്താണെന്ന് മനസ്സിലായി അല്ലേ? നമ്മൾ ടൈം ഡൊമൈൻ സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളത്. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. x of k is equal to, ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. ഇത് മസ്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പോൾ x of k is equal to sigma k, x of k is equal to sigma n is equal to 0 to n minus 1 x of n into e raised to minus j 2 pi nk by n 2 pi nk by n for k is equal to 0, 1, 2, 3 etc. up to n minus 1. ഈ ഒരു ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. DFTയുടെ ഇക്വേഷൻ ആണ്. ഇനി അടുത്തത് ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം, IDFT. ഇൻവേഴ്സ് discrete Fourier transform IDFT converts a signal from frequency domain back to time domain. അപ്പോൾ നമുക്ക് ഒരു ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഒരു സിഗ്നലിനെ കിട്ടി, അതിനെ വീണ്ടും ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? IDFT ആണ് ചെയ്യേണ്ടത്. ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം, IDFT, ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. നമുക്ക് നോക്കാം.
Inverse discrete Fourier transform convert a signal from frequency domain back to the time domain. It reverse the process of DFT. DFTയിൽ നമ്മൾ എന്താ ചെയ്തത്? ടൈം ഡൊമൈനിലുള്ള ഒരു സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇവിടെ IDFTയിൽ എന്താണ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഒരു സിഗ്നലിനെ ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ബൈ ദി ഡെഫിനിഷൻ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുന്നത്. x of n എന്ന് പറയുന്നത് എന്താണ്? ടൈം ഡൊമൈനിലുള്ള സിഗ്നലാണ്. 1/n സിഗ്മ k is equal to 0 to n-1 x of k എന്താണ്? നമ്മുടെ ഫ്രീക്വൻസി ഡൊമൈൻ, നമ്മൾ എടുത്തുള്ളത് ഇപ്പോൾ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സിഗ്നലാണ്. അത് ഇൻറ്റു e raised to j 2pi nk/n for small n is equal to 0, 1, 2, 3 etc. up to n-1. ഇത്രയും ക്ലിയർ ആയോ? അതായത് ഇതിൻ്റെ ഓരോ ടേംസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? റിക്കവേർഡ് ടൈം ഡൊമൈൻ സീക്വൻസ്. എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ DFT സീക്വൻസ്, ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സീക്വൻസ് ആണ്. n is equal to നമ്പർ ഓഫ് സാമ്പിൾസ്. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരിക DFT കാണാൻ വേണ്ടി ചോദിക്കും. DFT കാണാൻ വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ DFTയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചില്ലേ, അത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. ആ ബ്ലോക്ക് ഡയഗ്രാം എന്തായാലും എക്സാമിന് വരുന്ന ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതെന്തായാലും പഠിച്ചിരിക്കണം. അപ്പം അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ DFTയിൽ നിന്നുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തു നോക്കാൻ പോകുന്നത്. DFTയുടെ തിയറി എന്തായാലും നിങ്ങൾ ഇക്വേഷൻസും അതൊക്കെയാണ് മെയിനായിട്ട് DFTയുടെയും IDFTയുടെയും പഠിക്കേണ്ടത്. ഇതിൽ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസ് എങ്ങനെയാണ് ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാനുണ്ടോ? ക്വസ്റ്റ്യൻ കാണാനുണ്ട്. എ ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ഓഫ്, നമുക്ക് നോക്കാം. എ ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ഓഫ് ലെങ്ത് L ഈസ് ഗിവൺ ആസ്, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലേ, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0, അല്ല എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1, 0 to 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു L-1. എക്സ് ഓഫ് n 1 ആണ് എവിടെ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു L-1 വരെ എക്സ് ഓഫ് n 1 ആണ്. എക്സ് ഓഫ് n 0 ആണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ. ഡിറ്റർമൈൻ ദി എൻ പോയിന്റ് DFT ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ എൻ പോയിന്റ് DFT കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു സിഗ്മ n ഇസ് ഈക്വൽ ടു 0 to n-1 നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? DFT കാണാനുള്ള ഇക്വേഷനാണ്. DFT കാണാനുള്ള ഇക്വേഷനാണ് എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു സിഗ്മ n ഇസ് ഈക്വൽ ടു 0 to n-1 ഇൻറ്റു എക്സ് ഓഫ് n ഇൻറ്റു e റേസ് ടു -j 2pi nk/n എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള DFTയുടെ ഇക്വേഷൻ. ഈ DFTയുടെ ഇക്വേഷൻ ഇതാണ് നമ്മുടെ DFTയുടെ ഇക്വേഷൻ വന്നിട്ട്. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിറ്റർമൈൻ ദി എൻ പോയിന്റ്, ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ ദി എൻ പോയിന്റ് DFT ഓഫ് ദി സീക്വൻസ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ലിമിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. എക്സ് ഓഫ് എൻ എന്നുള്ള ഫംഗ്ഷൻ 1 ആണ് ഈ ലിമിറ്റിൽ. അപ്പോൾ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം എന്താ? ബാക്കി കണ്ടീഷൻസിലൊക്കെ 0 ആണ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു കണ്ടീഷൻ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് എഴുതണം.
സിഗ്മ n is equal to 0 to L minus 1 x of n into e raised to minus j 2 pi nk by n. L minus ഇത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും ഈ സമയത്ത്? n is equal to 0 to L minus 1 ആവുന്ന സമയത്ത് എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് എഴുതാം കേട്ടോ. എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1 4 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു L മൈനസ് 1 0 അതർവൈസ്. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇതിൻ്റെ DFT കാണാനാണ്, എൻ പോയിന്റ് DFT കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു സിഗ്മ n ഇസ് ഈക്വൽ ടു 0 ടു L മൈനസ് 1 എക്സ് ഓഫ് n x of n into e raised to minus j 2 pi nk by n. This is equal to x of n എന്താണ്? x of n 0 ആണ് ഈ ലിമിറ്റിൽ. സോ നമ്മൾ എഴുതാണ് സിഗ്മ n is equal to 0 to L minus 1 x of n 1 ആണ്, e raised to minus j 2 pi nk by n. ക്ലിയർ ആയോ? ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. 0 ടു L മൈനസ് 1 വരെ ഈ സമ്മേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് എന്ത് വരും? e റേസ് ടു മൈനസ് ജെ 2 പൈ. നമ്മൾ എന്നിനാണ് 0 ടു L മൈനസ് 1 വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് കൊടുത്തു നോക്കാം. k ബൈ n. ഈ എന്നിന് പകരം നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ടേം എന്താണ്? എന്നിന് 0 1 2 3 അങ്ങനെ L മൈനസ് 1 വരെയാണ് അല്ലേ എന്നിൻ്റെ വാല്യൂ. എന്നിൻ്റെ വാല്യൂ എന്താണ്? 0 1 2 എക്സെട്ര അപ് ടു L മൈനസ് 1 വരെയാണ് എന്നിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേമിന് എന്നിന് 0 കൊടുത്തു. ഇനി സെക്കൻഡ് ടേമിന് e റേസ് ടു മൈനസ് ജെ 2 പൈ കെ ബൈ n ഇൻറ്റു 1. തേർഡ് ടേം e റേസ് ടു മൈനസ് ജെ 2 പൈ കെ ബൈ n ഇൻറ്റു സെക്കൻഡ് ടേം അല്ലേ, അല്ല തേർഡ് ടേം അല്ലേ, അപ്പോൾ 2 ആണ് വരിക. 0 1 2 പ്ലസ് എക്സിട്ര അപ് ടു L മൈനസ് 1 വരെയാണ് ഈ ടേം വരിക. നമുക്കിത് നോക്കിയാൽ അറിയാം, ദിസ് ഈസ് എക്സ്പാൻഷൻ ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഇക്വേഷൻ എന്താണ്? സം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? നമുക്ക് ഇത് ഇപ്പുറത്തേക്ക് എഴുതാം കേട്ടോ ഇക്വേഷൻ. ഇപ്പുറത്തേക്ക് എഴുതാം ഇക്വേഷൻ. നമുക്ക് എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളത് എന്താണ്? ഇ റേസ് ടു ഇവിടെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഇക്വേഷൻ ഇല്ലേ, ഇത് 0 ആയി പോകും. കാരണം എന്താ? ഇ റേസ് ടു 0 എന്ന് 1 ആയി പോകും. ഈ ഇക്വേഷൻ 1 ആയി പോകും. അതിന് കാരണം എന്താ? ഇ റേസ് ടു 0 ഇവിടെ 0നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇ റേസ് ടു 0 എന്താണ്? 1 ആണ്. സോ ഈ ടേം ഞാൻ എന്താക്കി എഴുതി? 1 ആക്കി എഴുതി. പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ ബൈ n ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ ബൈ n ആണ്. അതുപോലെ തേർഡ് ടേം നമുക്ക് എഴുതാം ഇ റേസ് ടു മൈനസ് ജെ 2
പൈ കെ ഇൻറ്റു 2/n. ഇങ്ങനെ L-1 ടേംസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ്റെ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഓഫ് ദി ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആണ്. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമുക്ക് എ ഒന്നും കൊടുക്കണ്ട. 1 ഇൻറ്റു 1 മൈനസ് ആർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന് പറയുന്നത് ഈ ടേമാണ് അല്ലേ? ആർ എന്ന് പറയുന്നത് ഈ ടേമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ എന്നും കൂടെ വരും. അപ്പോൾ നമുക്കിവിടെ എഴുതാം e⁻²πk/n. പിന്നെന്താണ്? r⁻n ഉണ്ട്. ഇവിടെ ഒരു എന്നും കൂടെ വരും. ഇത് ഡിവൈഡഡ് ബൈ 1 മൈനസ് e⁻²πk. ഇതാണ് നമ്മുടെ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ്റെ ഇക്വേഷൻ ഇട്ടിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത ഫോം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? ഇതിൻ്റെ എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ ആൻസർ എന്താ വരിക? എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു 1 മൈനസ് e⁻²πkn/n ഡിവൈഡഡ് ബൈ 1 മൈനസ് e⁻²-j2πk. ഇതാണ് ഫൈനൽ ആൻസർ വരിക. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. സിമ്പിളാണ്. ഞാൻ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. ഡയറക്റ്റ് ഇക്വേഷനിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. എക്സ് ഓഫ് എന്നിന് 0 to L-1 വരെയാണ് എന്നിൻ്റെ വാല്യൂസ് വരിക. 0 to L-1 വരെ 1 ആയിരിക്കും എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ വരിക. അങ്ങനെയാണ് നമുക്ക് ഈ സൊല്യൂഷന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു മോഡൽ പ്രോബ്ലം നോക്കാം. അടുത്തൊരു മോഡൽ പ്രോബ്ലം നോക്കാം. കമ്പ്യൂട്ട് DFT ഓഫ് ഡെൽറ്റ n-n0 ആണ്. ഡെൽറ്റ ഫംഗ്ഷൻ എന്താ? നമുക്ക് ആദ്യം ഇത് പറയുന്നതിന് മുന്നേ ഡെൽറ്റ ഓഫ് n എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഡെൽറ്റ ഓഫ് n എന്ന് പറയുന്നത് ഈക്വൽ ടു 1 for n is equal to 0, 0 for others. ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. ഡെൽറ്റ ഓഫ് n ഇത് 0-ൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇമ്പൾസ് ഉണ്ടാവുള്ളൂ. 0-ൽ 1 ആയിരിക്കും ഈ ഡെൽറ്റ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്താണെന്നൊക്കെ. ഡെൽറ്റ ഓഫ് എന്ന് പറയുന്നത് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. അത് 0-ൽ മാത്രമേ അതിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം n is equal to 0 വരുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ 1 ആവുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് എന്താണ്? ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഡെൽറ്റ ഓഫ് n മൈനസ് n0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡെൽറ്റ n-n0 എന്ന് പറയുന്നത് എന്താണ്? n is equal to n0 ആവുമ്പോൾ മാത്രമേ അതിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. സോ n is equal to n0 ആവുന്ന സമയത്താണ് 1 ആവുക. സോ ഈ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഡെൽറ്റ n-n0 എന്നുള്ളത് 1 for n equal to n0, 0 otherwise. ഈ ഫംഗ്ഷനെ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും.
അപ്പോൾ നമുക്ക് ഡെൽറ്റ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ -n-n-n-0 എന്നുള്ളത് ആക്ച്വലി ഒരു ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ്. നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലെ ഷിഫ്റ്റിംഗ് അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ഡെൽറ്റ n-n0 സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലുള്ള ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ സിഗ്നൽ n-ന്റെ വാല്യൂ n0-ലുള്ളപ്പോഴാണ് നമുക്കൊരു ഡെൽറ്റ ഫംഗ്ഷനെ കിട്ടുക. ഇങ്ങനെയായിരിക്കും ഈ സിഗ്നൽ ഉണ്ടാവുക. ഓക്കെ, ഇപ്പം ഇത്രയും ക്ലിയർ ആയോ? ഇനി നമുക്ക് നോക്കാം അടുത്ത ഇതെന്താണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഡെൽറ്റ n-n0 = 1 for n = n0 0 otherwise. ഇത്രയും ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്? എൻ പോയിന്റ് ഡി എഫ് ടി ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എക്സ് ഓഫ് കെ ആണ് എൻ പോയിന്റ് ഡി എഫ് ടി കാണാനുള്ള ഇക്വേഷൻ. എക്സ് ഓഫ് കെ = സിഗ്മ n = 0 to n-1 എക്സ് ഓഫ് n ഇൻറ്റു e−j2π(n)k/n ആണ് എന്ത് നമ്മുടെ എക്സ് ഓഫ് കെ. ഡി എഫ് ടിയുടെ ഇക്വേഷൻ വന്നിട്ട് എക്സ് ഓഫ് കെ = സിഗ്മ n = 0 to n-1 എക്സ് ഓഫ് n ഇൻറ്റു e−j2π(n)k/n. അപ്പം ഇതിൽ n = n0 ആകുമ്പോൾ മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് എഴുതാം? എക്സ് ഓഫ് n0 ഇൻറ്റു e−j2π(n0k/n) ആക്കി നമ്മൾ മാറ്റി എഴുതി. എക്സ് ഓഫ് n0 എന്ന് പറയുന്നത് എന്താണ്? നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ. എക്സ് ഓഫ് n0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 1 ഇൻറ്റു e−j2π(n0k/n) ആണ് നമ്മുടെ എക്സ് ഓഫ് കെ വന്നിട്ട്. ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ e−j2π(n0k/n) ആണ് നമുക്ക് റിസൾട്ട് വരിക. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ എൻ പോയിന്റ് ഡി എഫ് ടി ഇങ്ങനെയാണ് കാണുന്നത്, ഡെൽറ്റ n-n0. ഇതുപോലത്തെ വേറെയും ടൈം ഷിഫ്റ്റിംഗ് ഡെൽറ്റ n-n0 അല്ലാതെ ഡെൽറ്റ n+n0 അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഫൈൻഡ് 4-point DFT of the sequence x of n is equal to 1 0 1 0. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് x of n equal to 1 0 1 0 ഇത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് അറിയാം എന്താണ് x of 0 എന്ന് പറയണത് 1 ആണ്, x of 1 എന്ന് പറയണത് 0 ആണ്, x of 2 എന്ന് പറയണത് വീണ്ടും 1 ആണ്, x of 3 എന്ന് പറയണത് 0 ആണ്. ഇതെങ്ങനെ കിട്ടിയത്? 1 0 വീണ്ടും 1 0 ഇങ്ങനെയാണ് ആ ഫംഗ്ഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് ഇവിടെ എത്ര പോയിന്റ് ഡി എഫ് ടി ആണ് കാണാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 point DFT ആണ്. ഹിയർ ക്യാപിറ്റൽ N is equal to 4. ക്യാപിറ്റൽ N 4 ആണെന്ന് തന്നിട്ടുണ്ട്. സോ സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 1 2 3 ആണ്. അപ് ടു n-1 വരെയാണ് ഉണ്ടാവുക. അപ്പോൾ സ്മോൾ n 0 1 2 3 വരെയാണ് ഉണ്ടാവുക. പിന്നെ നമുക്കറിയുന്നത് എന്താണ്? ഡി എഫ് ടി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു
സിഗ്മ n is equal to 0 to n minus 1 x of n into e raised to minus j 2 pi nk by n ആണ്. x of n into e raised to minus j 2 pi nk by n ആണ് എന്ത് x of k എന്ന് വന്നിട്ട്. ഇനി ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അറിയുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 to 3 എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 പൈ എൻ കെ ബൈ എൻ. ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത വാല്യൂ. ഇനി നമുക്ക് ഈ സമ്മേഷനെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. സമ്മേഷനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. സമ്മേഷൻ നമ്മുടെ സമ്മേഷൻ്റെ എന്താണ്? എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 to 3 എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 പൈ എൻ കെ ബൈ എൻ ആണ്. ഇതിൽ നമുക്ക് ട്രിഗ്നോമെട്രീസിൻ്റെ കുറച്ച് ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. ട്രിഗ്നോമെട്രീൻ്റെ ഫങ്ഷൻസ് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റ, കോസ് തീറ്റ, ചില കണ്ടീഷനിൽ വരുന്ന വാല്യൂസ് എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കത് പറയാൻ വേണ്ടി പറ്റും. നമ്മളൊരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യാം. യൂണിറ്റ് സർക്കിൾ ആകുമ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ റേഡിയസ് 1 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 1 വരും, ഇവിടെ എന്താണ് വരിക? ഇവിടെയും 1 വരും, ഇവിടെ -1 വരും. ഇങ്ങോട്ട് ഇത് നെഗറ്റീവ് ആക്സിസ് അല്ലേ, ഇത് പോസിറ്റീവ് ആക്സിസ്, ഇത് പോസിറ്റീവ് വൈ ആക്സിസ്, ഇത് നെഗറ്റീവ് വൈ ആക്സിസ്. നെഗറ്റീവ് വൈ ആക്സിസിൽ -1 വരും. അത് ക്ലിയർ ആയില്ലേ? യൂണിറ്റ് സർക്കിളാണ്. ഇനി നമ്മൾ ഇതിൻ്റെ റൊട്ടേഷൻ നോക്കാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഈ പോയിന്റ് 0 ഡിഗ്രി ആണ്. പിന്നെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ π/2 ആണ്. വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ എന്താണ്? π ആണ്, 180 ഡിഗ്രിയാണ് റൊട്ടേഷൻ വരുന്നത്. ഇവിടെ എത്തിയപ്പോൾ 3π/2 ആണ് നമ്മുടെ റൊട്ടേഷൻ. പിന്നെ ഇവിടെ എത്തി 2π ആണ്. ഇവിടെ എത്തിയപ്പോൾ എത്ര വന്നേ? 5π/2. 5π/2. ഇവിടെ π ഉണ്ട്, പിന്നെന്താണ്? 3π ഉണ്ട്, ഇവിടെ 7π/2, ഇവിടെ 4π. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ വരുന്നത്, ഈ ഒരു ഏരിയയിൽ വരുന്നത് പൈയുടെ ഈവൺ മൾട്ടിപ്പിൾസ് ആണ്. ഈ ഒരു ഏരിയയിൽ വരുന്നത് പൈയുടെ ഓഡ് മൾട്ടിപ്പിൾസ് ആണ്. ഇവിടെ π/2, 5π/2, 9π/2 അങ്ങനെ വരും. 9π/2 എന്ന് എഴുതിക്കാം. 9π/2 അങ്ങനെ വരും. ഇവിടെ 3π/2, 7π/2, 11π/2 അങ്ങനെ വരും. അപ്പം ഇനി അടുത്തത് പറയാനുള്ളത്, കോസ് എക്സ് ആക്സിസിലും സൈന് വൈ ആക്സിലുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചില വാല്യൂസ് എടുക്കാം. ഇവിടെ നോക്ക്, കോസ് എക്സ് ആക്സിലാണെന്ന് ഞാൻ പറഞ്ഞു. കോസ് എക്സ് ആക്സിലാണ്. കോസിൻ്റെ വാല്യൂസ് എവിടേക്കാണുള്ളത്? ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് ഈവൺ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലും ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലുമാണ് കോസിന് വാല്യൂസ് ഉള്ളത്. π/2, 5π/2, 9π/2, 3π/2, 7π/2 ഇവിടെയൊന്നും എന്തില്ല? കോസിന് വാല്യൂസ് ഇല്ല. അപ്പോൾ നമുക്കിവിടെ എഴുതാം കോസ് 0, കോസ് പൈ, കോസ് 2π,
അല്ല, നമുക്ക് എഴുതാം. അതിൽ കോസ് 0, കോസ് 2π, കോസ് 4π, ഇവിടെയൊക്കെ എന്താണ് എക്സെട്ര. അതായത് ഈവൺ മൾട്ടിപ്പിൾ ഓഫ് കോസിൽ എന്താണ് വരുന്നത്? 1 ആണ് വരുന്നത്. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് കോസിൽ എന്താണ്? കോസ് π, കോസ് 3π, കോസ് 5π, ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ എന്താണ് വരുന്നത്? -1 ആണ് വരുന്നത്. ഇനി അടുത്തത് കോസ് π/2, കോസ് 3π/2, കോസ് 5π/2 എക്സെട്ര വരുമ്പോൾ 0 ആണ് വരുന്നത്. ഇതുപോലെ സൈനിൻ്റെതും എഴുതണം. സൈനിൻ്റെ നമുക്കിവിടെ എഴുതാം. സൈൻ 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 എവിടെയുള്ളത്? സൈൻ നോക്കൂ, വാല്യൂസ് ഉള്ളത് y ആക്സിസിലാണ്. എക്സ് ആക്സിൽ സൈനിൻ്റെ വാല്യൂസ് ഇല്ല. സോ നമ്മൾ സൈൻ π/2, സൈൻ π/2, സൈൻ 5π/2, സൈൻ 9π/2 എക്സെട്ര ഈക്വൽ ടു 1. സൈൻ 3π/2, സൈൻ 7π/2, സൈൻ 11π/2 ഇതിനൊക്കെ -1. ഇനി സൈൻ 0, സൈൻ π, സൈൻ 2π, സൈൻ 3π എക്സെട്ര ഒക്കെ 0 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർത്ത് വെക്കേണ്ട കണ്ടീഷൻസ്. ഇനി നമ്മൾ ഇത് ഈ ഇക്വേഷൻസിലേക്ക് ആവശ്യം വരും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പോൾ നമുക്കിതിനെ നമുക്ക് ഈ ഇക്വേഷൻസിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇക്വേഷൻസിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എക്സ് ഓഫ് k is equal to sigma n is equal to 0 to 3 x of n into e raised to minus j 2π nk by n. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്താ വരിക? x0 x of 0 ആണ് ആദ്യം കൊടുക്കുന്നത്. x of 0 into e raised to minus j 2π k into 0 by n plus x of 1 into n is equal to 1 ആണ്, e raised to minus j 2π k into 1 ഇവിടെ n-ന് പകരം നമ്മൾ n-ന് പകരം 4 ആണ് കൊടുക്കുന്നത് by 4, കാരണം എന്താണ്? n 4 ആണ്. പ്ലസ് എക്സ് ഓഫ് 2 ഇൻറ്റു, ഇനി അടുത്തത് n 2 ആയിരിക്കുന്ന കേസിൽ e raised to minus j 2π k into 2 by 4 plus x of 3 into e raised to minus j 2π k into 3 by 4. ഓക്കെ, ഇനി എക്സ് ഓഫ് 0 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു, അല്ല ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു 1010 ആണെന്ന്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് ഓഫ് n എന്ന് പറയണത്
1, 0, 1, 0. 1 0 1 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1 0 1 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇനി ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 1 ഇൻറ്റു ഇവിടെ 0 വരുന്നതുകൊണ്ട് e⁻0 ആയി മാറും ഫസ്റ്റത്തെ ടേം, ഈ ടേം. ഇനി സെക്കൻഡത്തെ ടേം എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എന്താ വരിക? പ്ലസ് 0 ഇൻറ്റു e⁻j⁻2k ആണ് വരിക. ഇത് 0 ഇൻറ്റു ആയതുകൊണ്ട് ഈ ടേമും ക്യാൻസൽ ആയി പോവും. ഇനി അടുത്ത ടേം ഒന്ന് എഴുതി നോക്കാം. എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് 1 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക നോക്കാം. 1 ഇൻറ്റു e⁻j⁻k. e⁻j⁻k ആണ് തേർഡ് ടേം വരിക. ഫോർത്ത് ടേം 0 ഇൻറ്റു, അതായത് എക്സ് ഓഫ് 3 എന്ന് പറയുന്നത് 0 ആണ്. 0 ഇൻറ്റു e⁻j2 ഇൻറ്റു k ആണ് വരിക. അത്രയും ക്ലിയർ ആയോ? ഇനി e⁻0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് 1 ആണ് ഈ ടേം. ഇനി അടുത്ത ടേം 0 ഇൻറ്റു e⁻j⁻2k ആണ്. അപ്പോൾ ഈ ടേം 0 ഇൻറ്റു ആയതുകൊണ്ട് അത് 0 ആയിപ്പോവും. പ്ലസ് 1 ഇൻറ്റു e⁻j⁻k. e⁻j⁻k നമ്മൾ എങ്ങനെയാണ് എഴുതുക? 1 ഇൻറ്റു ആയതുകൊണ്ട് e⁻j⁻k പ്ലസ് ലാസ്റ്റ് ടേം 0നെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതുകൊണ്ട് അതും 0 ആയി മാറും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? 1 പ്ലസ് e⁻j⁻θ. അത് നമുക്ക് ഒരു ഫോർമുലയും കൂടി പഠിക്കാണ്ട്. e⁻j⁻θ യൂളേഴ്സ് ഫോർമുല വെച്ചിട്ട് cos θ മൈനസ് j sin θ. cos θ മൈനസ് j sin θ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? യൂളേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് e⁻j⁻θ cos θ മൈനസ് j sin θ ആണ്. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത്. e⁻j⁻k എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതും? cos pi minus cos pi k minus j sin pi k എന്ന് എഴുതും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറി. എക്സ് ഓഫ് k is equal to 1 പ്ലസ് cos pi k minus j sin pi k എന്ന് മാറി. ഇനി എക്സ് ഓഫ് കെൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി k is equal to 0 1 2 3ക്ക് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് ഓഫ് കെ കണ്ടുപിടിക്കണം. എക്സ് ഓഫ് കെ is equal to എക്സ് ഓഫ് കെ നമുക്കറിയാം, നേരത്തെ സോൾവ് ചെയ്ത ഇക്വേഷൻ അനുസരിച്ച് എക്സ് ഓഫ് കെ is equal to 1 പ്ലസ് കോസ് പൈ കെ മൈനസ് ജെ സൈൻ പൈ കെ ആണ്. അപ്പോൾ ഇതിൽ എക്സ് ഓഫ് 0 കണ്ടുപിടിക്കാൻ കെയിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി? 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? 1 പ്ലസ് കോസ് 0 അല്ല, കെക്ക് 0 ഇടുമ്പോൾ കോസ് 0 ആവും മൈനസ് ജെ സൈൻ 0. 1 പ്ലസ് കോസ് 0 എന്ന് പറയുന്നത് എത്രയാണ്?
കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് ജെ സൈൻ 0, ജെ സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സോ 1 പ്ലസ് 1 ആയിരിക്കും 2. എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഇനി അടുത്തത് എക്സ് ഓഫ് 1 ആണ്. എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് പൈ മൈനസ് ജെ സൈൻ പൈ ആണ്. ഈ ഇക്വേഷനിൽ കെയുടെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുത്തതാണ്? കെയുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. 1 പ്ലസ് കോസ് പൈ എന്നുള്ളത് എന്താണ്? കോസ് പൈ എന്നുള്ളത് -1 ആണ്. മൈനസ് ജെ സൈൻ പൈ ആണ്. മൈനസ് ജെ സൈൻ പൈ എന്നുള്ളത് 0 ആണ്. അപ്പോൾ 1 പ്ലസ് -1 എന്നുള്ളത് 1 - 1 ആയിരിക്കും. അപ്പോൾ 0 ആയിരിക്കും. ഇനി അടുത്തത് എക്സ് ഓഫ് 2. 1 ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 പൈ മൈനസ് ജെ സൈൻ 2 പൈ. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയത്? കെൻ്റെ സ്ഥാനത്ത് കെൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്തതാണ്. ഇനി 1 പ്ലസ് കോസ് 2 പൈ എത്രയാണ്? കോസ് 2 പൈ എന്ന് പറയുന്നത് 0 ആണ്. 0 മൈനസ് ജെ സൈൻ 2 പൈ എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 2 പൈ എന്ന് പറയുന്നത് 0 ആണ്. 1 പ്ലസ് കോസ് 2 പൈ എന്ന് പറയുന്നത് 1 ആണ്. കോസ് 2 പൈ എന്ന് പറയുന്നത് കോസ് 2 പൈ എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് ജെ സൈൻ 2 പൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 കിട്ടി നമുക്ക്. ഇനി എക്സ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 3 പൈ മൈനസ് ജെ സൈൻ 3 പൈ. ഇവിടെ കെൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്? 3 ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 പ്ലസ് കോസ് 3 പൈ എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. മൈനസ് സൈൻ 3 പൈ എന്ന് പറയുന്നത് 0 ആണ്. സോ 1 - 1 വരും equal to 0. Therefore, final equation will become x of k is equal to x of 0 2 ആണ്. 0 2 0. അതാണ് നമ്മുടെ ഫൈനൽ എക്സ് ഓഫ് കെ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാം. 4 പോയിന്റ് DFT കാണാനുള്ള പ്രോബ്ലംസ് സമ്മേഷൻ വെച്ച് ചോദിക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 1-ലുള്ള ചില ടോപ്പിക്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് DFTയുടെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റം, പിന്നെ DFT കാണാനുള്ള ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ആണ് ഈ സെക്ഷനിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.